ജംഗ്പുരയിൽ ഇപ്പോഴും പിന്നിലാണെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്ഡേറ്റ് ആയ വാർത്തയാണ്. ബി.ജെ.പി 11 സീറ്റ്, ആം ആദ്മി പാർട്ടി 8 സീറ്റ്. ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിൽ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പിന്നിൽ, ഡൽഹി മുഖ്യമന്ത്രി അതീഷ് പിന്നിൽ. 21 മണ്ഡലങ്ങളുടെ ലീഡ് നിലവരുമ്പോൾ മോത്തി നഗറിൽ അവിടെ ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. 12 ബി.ജെ.പിയുടെ ലീഡ് 12 ഉയർന്നിരിക്കുന്നു. 8 ആം ആദ്മി പാർട്ടി ലീഡ്, 1 കോൺഗ്രസിന്റെ ലീഡ്. 12-ൽ 7 ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകൾ. അങ്ങനെ ബി.ജെ.പിക്ക് പ്ലസ്, ആം ആദ്മി പാർട്ടിക്ക് മൈനസ്. 8 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി ലീഡ്. 1 സീറ്റിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ് കോൺഗ്രസ്. ഇല്ല, അതിപ്പോഴും ഡൽഹി പി.സി.സി അദ്ദേഹം ഇപ്പോൾ ഈ അരമണിക്കൂർ ആകുമ്പോഴും നിലനിർത്തുന്നുണ്ടെന്നാണ് പ്രധാനപ്പെട്ട. പർവേഷ് വർമ്മയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ന്യൂഡൽഹി മണ്ഡലത്തിൽ ബി.ജെ.പി ലീഡ് തുടരുകയാണ്. പർവേഷ് വർമ്മ, കേജ്രിവാൾ പിന്നിൽ, കേജ്രിവാൾ രണ്ടാമത്, പർവേഷ് വർമ്മ ബി.ജെ.പി ലീഡ് ചെയ്യുകയാണ്. അങ്ങനെ പ്രസ്റ്റീജിയസ് മണ്ഡലം, വിവിഐപി മണ്ഡലമായ ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പിന്നിൽ, ബി.ജെ.പി 12, ആം ആദ്മി പാർട്ടി 8. 1 സീറ്റിൽ കോൺഗ്രസ് ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ മറ്റു ചില മണ്ഡലങ്ങളിലെ, മറ്റ് പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിലെ ലീഡ് നിലയും വന്നിരിക്കുകയാണ്. ആർ.കെ. പുരയിലെ വന്നിട്ടുണ്ട്. അവിടെ ലീഡ് ചെയ്യുന്നത് ബി.ജെ.പി. സത്യേന്ദ്ര ജെയിൻ ലീഡ് ചെയ്യുന്നു. ജംഗ്പൂരിൽ ഇപ്പോൾ ഏതായാലും ബി.ജെ.പി സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. സോംനാഥ് ഭാരതി ഇതിപ്പോൾ ലീഡ് ചെയ്യുന്നു. അദ്ദേഹം 1ാം കെജ്രിവാൾ സർക്കാരിൽ മന്ത്രിയായിരുന്നു. ഈ ഡൽഹിയിൽ തന്നെ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷനാണ് എതിരാളി. അവിടെ ഏതായാലും ലീഡ് ചെയ്യുന്നുണ്ട് ആം ആദ്മി പാർട്ടി. അതിഷി ഇപ്പോഴും പിന്നിലാണ്. അവിടെ രമേഷ് ബിദൂടി, ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും ചർച്ചയായ വിവാദ പരാമർശങ്ങളൊക്കെ തന്നെ ഉണ്ടായ മണ്ഡലമാണ്, വലിയ ചർച്ചയായ മണ്ഡലമാണ്. ഡൽഹി മുഖ്യമന്ത്രി അതീഷ് സിംഗ് മത്സരിക്കുന്ന കൽക്കാജിയിൽ അവിടെ അതീഷ് ലീഡ് ചെയ്യുന്നില്ല, ട്രെയിൽ ചെയ്യുകയാണ്. ഇപ്പോഴും പിന്നിലാണ് അതീഷ്, പിന്നിലാണ് ഇപ്പോഴും. അവിടെയാണ് ബി.ജെ.പിയുടെ ലീഡ് ഇപ്പോഴും തുടരുന്നത്. കപിൽ മിശ്ര ലീഡ് ചെയ്യുന്നു. കപിൽ മിശ്രയ്ക്ക് ഇത്തവണ സിറ്റിംഗ് എം.എൽ.എ മാറ്റിക്കൊണ്ടാണ് അവിടെ സീറ്റ് നൽകിയത്. അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കപിൽ മിശ്ര ഏതായാലും ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമാണ്, സിറ്റിംഗ് സീറ്റാണ്. അതിന് 12-8 ആയിരിക്കുകയാണ്. 12-8-ൽ 8 സീറ്റുകൾ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ ബി.ജെ.പി ലീഡ് ചെയ്യുമ്പോൾ ആകെ 12 സീറ്റുകളിലായി ലീഡ് മാറിയിരിക്കുകയാണ്. അങ്ങനെ 21 സീറ്റുകളിലെ ആദ്യ സൂചന വരുന്നു. 70 സീറ്റുകളിൽ 21 സീറ്റുകളിലെ സൂചന വരുമ്പോഴാണ് 12-8-1 എന്നുള്ളത് വരുന്നത്. അതായത് ആദ്യ സൂചന. ഇതൊക്കെ 2015-ലും 20-ലും ഇവിടെയൊക്കെ ആം ആദ്മി പാർട്ടിയുടെ ഒറ്റയാൾ മുന്നേറ്റമാണെന്ന് കണ്ടിരുന്നത്. 13 ഒന്നുകൂടി അപ്ഡേറ്റ് ആകുന്നു. 22 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരുന്നുണ്ട്. 13 ആയില്ലേ? ബി.ജെ.പി 13. അതാണ് ചിത്രം. അവിടെ ബി.ജെ.പി ഒരു സീറ്റിൽ കൂടെ ലീഡ് ചെയ്യുന്നു എന്നാണ് ചിത്രം. രജീന്ദർ നഗർ എന്ന മണ്ഡലത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി വീണ്ടും ലീഡ് നേടുന്നത്. ഇപ്പോൾ ചിത്രം 22 ഇടങ്ങളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ ബി.ജെ.പിക്ക് വലിയ ആധിപത്യം. ഇപ്പോൾ 13-8 എന്ന് പറയുമ്പോൾ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്ന് പറയാൻ പറ്റും. എങ്കിൽ പോലും ഈ 13 ബി.ജെ.പിക്ക് എന്ന് പറയുന്നത് 9 ഇടത്തും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് രാജേഷ്, അല്ലേ? മാത്രമല്ല അവർ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പുറകിലാണെന്ന് ഒരു കാര്യം കൂടിയുണ്ട്. കാരണം അതൊരു ട്രെൻഡായി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ ആദ്യം പ്രതിഫലിക്കുന്നത് പ്രമുഖ നേതാക്കളിലേക്കായിരിക്കും. അതിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാൾ പോലും പിന്നിട്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ അവസാനം അദ്ദേഹത്തിന് തിരിച്ചെത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ എങ്കിൽ പോലും തുടക്ക സമയത്ത് അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. പർവേഷ് വർമ്മ ലീഡ് ചെയ്യുന്നു. ബി.ജെ.പിയുടെ പർവേഷ് വർമ്മ ന്യൂഡൽഹി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു. 13-8-1. ഓഖ്ല മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. അമാനത്തുള്ള ഖാൻ അദ്ദേഹം ലീഡ് ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓഖ്ലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ എ.എം മത്സരിക്കുന്നുണ്ട്. ന്യൂനപക്ഷ സ്വാധീനമുള്ള മണ്ഡലമാണ്. അപ്പോൾ വോട്ട് കട്ടറായി മാറുമോ എ.എം എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി ബി.ജെ.പിയുടെ ലീഡാണ് ഇപ്പോൾ, അല്ലേ? രോഹിണിയിൽ വിജേന്ദർ ഗുപ്ത ലീഡ് ചെയ്യുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാനത്ത് തന്നെ, ഡൽഹിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം ലീഡ് ചെയ്യുകയാണ്. നിലവിൽ സിറ്റിംഗ് എം.എൽ.എ ആണ്. ഏതായാലും ആ ലീഡ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വിജേന്ദർ ഗുപ്തയ്ക്ക് തുടരാൻ കഴിയുന്നു. ഡൽഹിയിൽ ബി.ജെ.പിക്ക് ഒരു മുഖ്യമന്ത്രി മുഖമില്ല എങ്കിൽ പോലും പ്രമുഖരായ നേതാക്കളെല്ലാം, ഇല്ലേ, പ്രചാരണത്തിൽ പ്രമുഖരായത്, പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 13 ബി.ജെ.പിയുടെ ലീഡ് നില കൂടിയിട്ടുണ്ട്. 8 ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ 13-ൽ 9 ഇടത്തും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റിലാണ് ബി.ജെ.പി ലീഡ് ചെയ്യുന്നത് എന്നതാണ് ഈ തുടക്ക സമയത്തെ ഒരു ട്രെൻഡിന്റെ സൂചനയിലേക്കാണോ വരുന്നത് എന്നത്, ഇല്ലേ, ആ ഒരു വിലയിരുത്തലിലേക്ക് വരാൻ കാരണം ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ ബി.ജെ.പി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും കേജ്രിവാൾ പിന്നിൽ, അതീഷ് പിന്നിൽ, മനീഷ് സിസോദിയ, 3 പ്രമുഖരായ നേതാക്കളും, ആം ആദ്മി പാർട്ടിയുടെ 3 പ്രമുഖ നേതാക്കളും പിന്നിട്ട് നിൽക്കുകയാണ്. ബി.ജെ.പി ഇപ്പോഴും 13 സീറ്റുകളിൽ ലീഡ് നില അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഓരോ പ്രദേശം തിരിച്ചുള്ള വിവരങ്ങളും വന്നിട്ടുണ്ട്. ഈസ്റ്റ് ഡൽഹിയിലാണ് 6 സീറ്റുകളിലെ ലീഡ് വന്നിട്ടുള്ളത്. അവിടെ ബി.ജെ.പിയും ആം ആദ്മി പാർട്ടിയും 3-3 ആണ്. ബി.ജെ.പി 14 സീറ്റുകളിൽ 14 ഉയർന്നു, അല്ലേ?
BJP 14, ആം ആദ്മി പാർട്ടി 8, കോൺഗ്രസ് 1. ഇതാണ് നിലവിലെ കണക്ക്. 23 മണ്ഡലങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടി 8, BJP 14, കോൺഗ്രസ് 1. ഏതാണ്ട് ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് ആം ആദ്മി പാർട്ടിയേക്കാൾ ഏതാണ്ട് ഇരട്ടി സീറ്റ്. 15 സീറ്റായി. 15 BJP, 8 സീറ്റിൽ ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസ്. ബിജെപിക്ക് 15 സീറ്റിൽ ലീഡ്, 13 അല്ല 15 സീറ്റുകളിലാണ് ബിജെപിയുടെ ലീഡ്. 15 സീറ്റിൽ ലീഡ്, 8 ആം ആദ്മി പാർട്ടി, 1 കോൺഗ്രസ് എന്നുള്ളതാണ്. തപാൽ വോട്ടുകൾ കഴിഞ്ഞു. തപാൽ വോട്ടുകൾ അല്ല, ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാൻ എടുത്തിരിക്കുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാൻ എടുത്തപ്പോഴാണ് ബിജെപി ഇപ്പോൾ 16 സീറ്റുകളിൽ ലീഡ്, 8 സീറ്റിൽ ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസ്. 17ആയി ഉയർന്നു. പെട്ടെന്ന് ഫിഗർ മാറുകയാണ്. മധ്യവർഗം ആം ആദ്മി പാർട്ടിയെ കൈവിട്ടോ. ബിജെപി 17, ആം ആദ്മി പാർട്ടി 8, 1 സീറ്റിൽ കോൺഗ്രസ് എന്നുള്ളതാണ്. അതിലിപ്പോൾ 12 സീറ്റും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ബിജെപി ലീഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് 18ആയി എത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 18, 8, 1 ഇല്ലേ? പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഇപ്പോഴും ആം ആദ്മി പാർട്ടി പിന്നിലാണ്. കോൺഗ്രസ് ലീഡ്. സിസോദിയ പിന്നിൽ, കേജ്രിവാൾ പിന്നിൽ, ആദിഷി പിന്നിൽ. 18, 8, 1 എന്നുള്ളതാണ് എടുക്കാൻ കഴിയും എന്നാണ് തോന്നുന്നു. കാരണം തപാൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു. സ്വാഭാവികമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഏതാണ്ട് ആം ആദ്മി പാർട്ടിയേക്കാൾ ഇരട്ടി സീറ്റ് ബിജെപിക്കുണ്ട്. 18 സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി 8 സീറ്റ്, കോൺഗ്രസ് 1 സീറ്റ്. 27 സീറ്റുകളുടെ ഫലസൂചനകൾ വരുമ്പോഴുള്ള സാഹചര്യമാണിത്. ആം ആദ്മി പാർട്ടി 8, ബിജെപി 18, കോൺഗ്രസ് 1 എന്നാണ് നിലവിലെ കണക്കുകൾ. 18, 8, 1 തുടരുകയാണ്. ഇപ്പോഴും 18 സീറ്റ് എന്ന് പറയുമ്പോൾ 14ഇടത്തും ആം ആദ്മി പാർട്ടി 19ആയി ഉയർന്നു. 19, 8, 1 എന്നുള്ളതാണ്. അതിൽ 19 എന്ന് പറയുമ്പോൾ 14ഉം ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. രാകേഷ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്നത് അല്ലേ? അതെ, ആം ആദ്മി പാർട്ടിയുടെ കാരണം 8 സീറ്റ് മാത്രമാണ് ബിജെപിക്ക് ഉണ്ടായിരുന്നത്. അതിൽ ലക്ഷ്മി നഗർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവരുടെ എല്ലാ സീറ്റുകളും അവർ ഇപ്പോൾ പുറത്തു വന്നതനുസരിച്ച് ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ കൈവശമുണ്ടായിരുന്ന പല സീറ്റുകളിലേക്കും കടന്നു കയറാം. പ്രത്യേകിച്ച് ന്യൂഡൽഹിയൊക്കെ നോക്കുകയാണെങ്കിൽ അതൊരു 20, 8, 1 29 സീറ്റുകളിലെ സൂചന വരുമ്പോൾ 20, 8, 1 ബിജെപി 20, ആം ആദ്മി പാർട്ടി 8, 1 കോൺഗ്രസ്. ഇപ്പോഴും ഡൽഹി PCC അധ്യക്ഷൻ ലീഡ് ചെയ്യുകയാണ് അല്ലെ, ദേവേന്ദ്ര യാദവ് അല്ലെ? അതെ, കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടിയാലും ബോണസ് ആണ്. കാരണം കഴിഞ്ഞ 2 തവണയും സീറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 1 സീറ്റിൽ ഇപ്പോൾ ഏതായാലും കോൺഗ്രസിന് ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ 29 മണ്ഡലങ്ങളുടെ കണക്കുകൾ, 31 മണ്ഡലങ്ങളുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ബിജെപി 20, ആം ആദ്മി പാർട്ടി 10, കോൺഗ്രസ് 1. അതായത് ബിജെപിക്ക് 20 സീറ്റ് നിലവിലുണ്ട്. ആം ആദ്മി പാർട്ടി 10 സീറ്റുകൾ ഒതുങ്ങുമ്പോൾ ഇത് കൃത്യമായി തപാൽ വോട്ട് അല്ലേ ഇത്? തപാൽ വോട്ടിന്റെ കഴിഞ്ഞു. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് ബിജെപിയുടെ ലീഡ് 20ആയി ഉയർന്നിരിക്കുകയാണ്. 20, 10, 1 എന്നുള്ളതാണ്. ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്, മനീഷ് സിസോദിയ പിന്നിലാണ്, അധീഷിയും പിന്നിലാണ്. 3 പ്രമുഖരായ നേതാക്കൾ ഇപ്പോഴും പിന്നിലാണ്. 20, 10, 1 എന്ന് പറയുമ്പോൾ അതിൽ 20ൽ 15ഉം ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. 21ആയി ഉയർന്നിരിക്കുകയാണ്. 10, 1 എന്നുള്ളതായി മാറിയിരിക്കുകയാണ്. 22 സീറ്റുകളുടെ ഫലസൂചനകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ബിജെപി 21, ആം ആദ്മി പാർട്ടി 10, കോൺഗ്രസ് 1. ഇതൊരു ട്രെൻഡായി കണക്കാക്കാമെന്ന് തോന്നുന്നു. അത് ഏതാണ്ട് പകുതിയോളം സീറ്റുകളിലെ സൂചന വരികയാണ്. 70ൽ 32ഇടത്തെയും ലീഡ് നില ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിലാണ് 21 സീറ്റുകളായിട്ട് ബിജെപിയുടെ ലീഡ് കൂടിയിരിക്കുന്ന. ആം ആദ്മി പാർട്ടി 10, 1 സീറ്റിൽ കോൺഗ്രസ് എന്നുള്ളതാണ്. ഇപ്പോഴും പ്രമുഖരായ ബിജെപി നേതാക്കളെല്ലാം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതേ